ഹലോ ഗൈസ്, നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും, കുറച്ചൊന്നല്ല എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ടോണി അച്ചായൻ എന്ന് പറയുന്ന ഒരാൾ. പുള്ളി കുറേയധികം നാളായിട്ട് ചാരിറ്റി വർക്കുകളും ചെയ്യാറുണ്ട്. ഈ അടുത്തായിട്ട് പുള്ളിക്കാരൻ ഒരു PR ഏജൻസി അങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് പുറകെ അവർ പറയുന്ന പോലെ ചെയ്യുകയും ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ സഹായങ്ങളെല്ലാം തന്നെ വാരിക്കൊരു കൊടുക്കുന്നുമുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വെറും സെൽഫ് പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. അതിലൂടെ അയാളുടെ ബിസിനസ്സിനെയും സ്ഥാപനങ്ങളെല്ലാം തന്നെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാം. ഇതാണ് അയാളുടെ ലോജിക്. ഇയാൾക്ക് ഏകദേശം ഒരു 10-40ഓളം കടകളുണ്ട് പല പല ജില്ലകളിലായിട്ട്. അവിടെയൊക്കെ വലിയ പൈസയും കൊടുത്ത് സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നാട്ടുകാരിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണെന്നാണ് പുള്ളി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെന്ന് ചാരിറ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാർ കാണുകയും ചെയ്യും. വലിയ രീതിയിൽ സപ്പോർട്ടും വീഡിയോ വൈറലായി അവിടെയൊക്കെ പുള്ളിക്കാരൻ്റെ അച്ചായനും ഗോൾഡും ടോണി എന്നൊക്കെയുള്ള കാര്യം പ്രൊമോഷൻ ചെയ്ത് നിൽക്കലാണ് ഈ പുള്ളിക്കാരൻ്റെ പ്രധാന പരിപാടി. സെൽഫ് പ്രൊമോഷൻ്റെ അങ്ങേയറ്റം കൂടാതെ ക്രിസ്ത്യാനിറ്റിയും കൂട്ടിപ്പിടിച്ചാണ് ഇയാളെപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേരിൻ്റെ കൂട്ടത്തിൽ അച്ചായൻ എന്ന സംഭവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ അച്ഛൻ്റെ പേരോ വീട്ടുകാരുടെ പേരൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറേയധികം ക്രിസ്ത്യാനികളെങ്കിലും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ധാരണയും പുള്ളിക്കാരനുണ്ട്. കൂടാതെ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ചാണ് പുള്ളിക്കാരൻ്റെ പ്രധാന വർക്കും. ഈ കേരളം മുഴുവൻ തന്നെ ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 10-40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ആ സ്ഥാനത്ത് പുള്ളിക്കാരൻ 1-2 ലക്ഷം രൂപ വീശിയതിനു ശേഷം 2 ചാക്ക് അരിയിൽ പരിപാടിയെല്ലാം തീർത്തു കളയും. നൈസ് പരിപാടിയൊക്കെ തന്നെയാണ്. ഇതുകൂടാതെ പല ഉത്സവങ്ങൾ സ്പോൺസർ ചെയ്യുകയും പല ഇവൻസുകളെല്ലാം തന്നെ പുള്ളിക്കാരൻ മാക്സിമം ഏറ്റെടുത്ത് ചെയ്യാറുമുണ്ട്. അതിൻ്റെ എല്ലാം തുടക്കത്തിൽ വന്നിരുന്ന് അച്ചായനെന്ന് ഉറക്കെ പറയുകയും അവിടെ വന്ന് മാക്സിമം പ്രൊമോഷൻ നടത്തുകയും ദൈവമുണ്ട് പുള്ളി സഹായിക്കും എന്ന രീതിയിലേക്കാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ജില്ല മാത്രമല്ല, പ്രധാന ജില്ലകളിലെ 10 ആൾക്കാർ കൂടുന്ന എല്ലായിടത്തും പുള്ളിക്കാരൻ മാക്സിമം ചെന്ന് ഈ അച്ചായൻ എന്നൊരു സംഭവം വിതറാറുണ്ട്. പിന്നെ നിങ്ങൾ കോട്ടയം പോകുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പകുതി സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ഫ്ലെക്സും കട്ടൗട്ടും ഇല്ലാതെ ഒരു സ്ഥലം പോലും കാണാൻ പോലും പറ്റത്തുമില്ല. ഇതും പോരാഞ്ഞിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KPSC വെല്ലുന്ന സംഭവമാണ്. കാരണം കാശം കൊടുക്കുന്ന പറഞ്ഞാൽ തന്നെ ആൾക്കാർ കാലിലേക്കൊന്ന് വീഴും. അത് തന്നെ എന്തൊരു ഊളത്തരമെന്ന് ഓർത്തോണേ. ഒരാളാണെങ്കിൽ പോട്ടെ, എല്ലാവരും ഇതേ പരിപാടി അല്പത്തരത്തിന് അങ്ങേയറ്റവും ചെയ്യാനാണെങ്കിൽ മൈസായിട്ട് അങ്ങ് ചെയ്തിട്ട് പോയാൽ പോരെ. പിന്നെ ഇതെല്ലാം വിശ്വസിക്കുന്ന 90s ആയിട്ടുള്ള ആൾക്കാർ പുള്ളി വലുതാണ്, പുള്ളി ദൈവത്തെ പോലാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കമൻ്റ് ഇടുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ സർക്കാരിനെ വിമർശിക്കുക, ഇങ്ങനെ ആയിരിക്കണം മനുഷ്യരെന്നൊക്കെ പറഞ്ഞ് വാരി വിതർന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മറ്റു ചില ഇവൻറ്റുകളിൽ ചെന്നിട്ട് പുള്ളിക്കാരൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും, നാളെ ഞാൻ എനിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയത്തില്ല, ഇനി എന്നെ ഏതെങ്കിലും കള്ളക്കേസ് കൊടുക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല എന്നൊക്കെ എല്ലായിടത്തും ചെന്ന് വാരി വിതറാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം തന്നെ വിചാരിക്കും ഇയാൾ ഭയങ്കര പാവമാണ്, ഇയാളൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെല്ലാം തന്നെ കള്ളത്തരമാണ്, ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇതിനിടയ്ക്ക് ടോണി പുതിയൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ പറയുന്നത് 40 കടയും 40 വീടും എന്നാണ്. ഇത് ടോണിയുടെ പുതിയൊരു കടയുടെ ഉദ്ഘാടനത്തിൽ പുള്ളി തന്നെ പറഞ്ഞാണ്. ഇത്രയധികം ഷോപ്പുകളെല്ലാം തന്നെ ഒരുമിച്ച് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. പുള്ളിയുടെ ഒരു പ്രധാന ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വളരും അതോടൊപ്പം നിങ്ങളും വളരും എന്നതാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് വലിയ പ്രശ്നം നിൽക്കുന്നത്. ഈ 40 വീടും ടോണിയുടെ കയ്യിൽ നിന്ന് തന്നെയാണോ കാശ് മുടക്കി ഇറക്കിയെന്നാണ് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഓരോന്നും പൂർത്തിയാകുന്ന സമയത്ത് ഷോർട്സ് ആയിട്ട് പുള്ളി തന്നെ ഇടാറുമുണ്ട്. അതിൽ കാലിന് വയ്യാത്തൊരു ചേട്ടനും ചേച്ചിക്കും ഒരു വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ 40 വീട് പ്രൊജക്റ്റിനകത്തുള്ളതാണ്. അതിനകത്ത് 31ാമത്തെ വീടിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നിൽക്കുന്നത്. ഇത് തൻ്റെ 31ാമത്തെ വീടാണ് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞപ്പോഴാണ് അതിൽ എല്ലാ ഡീറ്റെയിൽസും പുള്ളി തന്നെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ജനുവരി 2026 രജനീഷ് എടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഈ 2 പേരും വന്ന് നിൽക്കുന്നുണ്ട്. അതിന് ടൈറ്റിൽ തന്നെ സർക്കാർ വെച്ചുകൊടുത്ത വീട് കണ്ട് ആങ്കറിൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് മിഷനിലൂടെ വീട് കിട്ടിയ ആൾക്കാരെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അത് പ്രധാനമായിട്ട് സർക്കാരിൻ്റെ പ്രോജക്റ്റ് തന്നെയാണ്. അത് പലയിടത്തും അവർ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയും ഒരുപാട് പേർക്ക് ഇതിലൂടെ വീട് കിട്ടുന്നതുകൊണ്ട് അതും ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നാൽ രജനീഷിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതേ ചേട്ടനും ചേച്ചിയും വന്നിട്ട് ഇത് സർക്കാർ തന്ന വീടാണ്, എന്നാൽ ഇതേ ചേട്ടനും ചേച്ചിയും ടോണി പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, സർക്കാർ ആരും തന്നെ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ്. അതിനുശേഷമാണ് പുള്ളിക്കാരൻ വീടിൻ്റെ ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. നവംബർ 14, 2025 അവിടെയാണ് ഒരു ചോദ്യം നിലനിൽക്കുന്നത്. നവംബർ 14, 2025 വീട്ടിൽ കയറി പാലുകാച്ചും കഴിഞ്ഞ് താമസിച്ച ആൾക്കാർ എങ്ങനെയാണ് രജനീഷിൻ്റെ വീഡിയോയിലേക്ക് വന്നത്? അതും പഞ്ചായത്ത് കൊടുത്തതെന്ന് പറഞ്ഞ് സർക്കാരിനെ പൊക്കി പറയുന്നവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൃത്യം 1 വർഷം പോലും ആയില്ല, അതിനുശേഷം ഞങ്ങൾക്ക് വീടില്ല, സർക്കാരിനോട് നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ രജനീഷ് കാണിച്ചതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള തെറ്റും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ്. ഇതിനകത്താണ് ടോണി കയറി എന്നിട്ട് പറയുന്നത് ഇത് എൻ്റെ വീടാണെന്നും ഇത് ഞാൻ വെച്ചു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് റോൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പരിപാടി എന്താണ്? അതാണ് എല്ലാവർക്കും ഉള്ള സംശയം. ഈ ഒന്നുമില്ല ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ആ നാട്ടുകാർക്കെങ്കിലും അറിയാം. അത് ആൾക്കാർ ശ്രദ്ധിച്ച് വെക്കാറുമുണ്ട്. അതിനുശേഷം പിന്നെ ഒരു സമയത്ത് വരുമ്പോൾ
ഇവരെ പറ്റി ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഓക്കെ പുതിയ വീട് വേറെ ആൾക്കാരെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ അതേ നാട്ടുകാർ തന്നെ കൈയോടെ തന്നെ പൊക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. ഈ ഒരു ഒറ്റ വീഡിയോ കാരണം ശരിക്കും പറഞ്ഞാൽ ആരാണ് ഉടായിപ്പെന്നൊരു കാര്യം എല്ലാവർക്കും വന്നിട്ടുണ്ട്. സർക്കാരാണോ അതോ ടോണിയാണോ എന്ന്. ആദ്യം പറഞ്ഞ ആളാകാനുള്ള സാധ്യത ഇവിടെ ഒരിക്കലും കാണുന്നില്ല. ഇനി രജനീഷും തെറ്റിപ്പോയതാണെങ്കിൽ പോലും രണ്ടാമത് ആ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത്, ആ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും തെറ്റാനുള്ള സാധ്യതയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരും പഞ്ചായത്തും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊജക്ടിന്റെ പേരിൽ നൈസറങ്ങ് റാഞ്ചി എടുത്തോണ്ടങ്ങ് പോകും.